ആദ്യത്തെ 50 ദിവസം കാണാത്ത ഒരു അനീഷിനെയാണ് ലാസ്റ്റ് 2 ദിവസമായിട്ട് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടി നശിപ്പിച്ച് എല്ലാ സീമകളും ലംഘിച്ച് വളരെ പ്രകോപനപരമായി അല്ലെങ്കിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അനീഷിനെ കാണുന്നതിന്റെ ആൻസറേ ഉള്ളൂ, അത് ആദിലയാണ്. ആദില പുള്ളിക്കാരനെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ആ പ്രൊവോക്കിൽ സത്യം പറഞ്ഞ അനീഷ് വീണിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതിന്റെ ബാക്കി പത്രമാണ് പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയും ടാസ്കിൽ വരുമ്പോഴത്തേക്ക് റിജക്ഷൻസ് നേരിടുമ്പോഴത്തേക്കും അത് പുള്ളിക്കാരന് പേഴ്സണലായിട്ട് എടുക്കുകയും, കാരണം മുടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് റിജക്ഷനും ഉണ്ടാവും. പക്ഷേ ക്വാളിറ്റി കൺട്രോൾസിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ബോട്ടിലിനകത്ത് മുടി കണ്ടു എന്ന് പറഞ്ഞ് ബാക്കി എല്ലാ ബോട്ടിലുകളും റിജക്ട് ചെയ്യുന്നത് റോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ബോട്ടിലും ക്വാളിറ്റി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, മൊത്തത്തിൽ ഒരെണ്ണത്തിട്ടും ഇത് മാത്രം നോക്കിയാൽ പോരെ. സോ അവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. സോ അനീഷിന്റെ പ്രോബ്ലം ഇതാണ്, പുള്ളി ഓൾറെഡി ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതിന്റെ ഇടയിൽ ഈ ടാസ്കും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം റിജക്റ്റ് ആയി പോകുന്നു. പുള്ളി വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷനിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് കൂടാതെ ഒരു കാര്യം കൂടി പറയാം. അനീഷ് സത്യത്തിൽ ഷാനവാസും അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നല്ലതായിരിക്കാം, പക്ഷെ അനീഷിന് അതൊരു നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കാൻ വരുന്നത്. കാരണം ഷാനവാസ് ചെയ്യുന്ന എന്ത് മിസ്റ്റേക്സിനെയും അനീഷ് സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനീഷിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് ഷാനവാസ് റിയൽ ആയിട്ട് ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് ഞാൻ കുറ്റം പറയല്ല, ഷാനവാസ് ഗെയിമിന് ഗെയിമായിട്ടും, പക്ഷെ അനീഷ് ഫ്രണ്ട്ഷിപ്പിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് ഒരു ഡൗട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, അനുമോളുടെയും സാബുമാന്റെയും കാര്യം. സാബുമാനെ ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് പോയി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരനോട് നന്നായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്വന്തമായി ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ ഇല്ല, മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് സാബുമാൻ. അനുമോളുടെയും സാബുമാന്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അവരുടെ മുന്നിലെത്തിയ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് എത്തിയ പ്രോഡക്ട്സ് അവിടുന്ന് മിസ്സായി പോവുക അല്ലെങ്കിൽ അവിടുന്ന് നശിച്ചു പോകുക എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലാതെ കൊടുത്ത ഓണേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷെ അവരുടെ മിസ്റ്റേക്ക് കാരണമാണ് ഇന്ന് കംപ്ലീറ്റ് ടാസ്കും റദ്ദാക്കി പോയത്. അതിന്റെ ഉത്തരവാദിത്തം അനുമോളും നമ്മുടെ സാബുമാനും മാത്രമാണ്.